നമ്മുടെ പ്രൊഫഷണലിൽ നമ്മൾ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷനെ ബെസ്റ്റ് ആക്കാനല്ല ശ്രമിക്കേണ്ടത്, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. എങ്ങനെയാണ് ഈ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്? നമ്മൾ അതിന് വേണ്ട ക്യാരക്ടറിനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. നമുക്കറിയാം, ഒരിക്കലും വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയൊന്നുമല്ല. നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രൊഫഷൻ ഏതുമാവട്ടെ, നിങ്ങൾ പഠിച്ചു മിടുക്കരായ ഒരു ഡോക്ടറാകാൻ ശ്രമിക്കുന്നു, നിങ്ങൾ പഠിച്ചു മിടുക്കരായ ഒരു എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നു, സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു, ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു, വാട്ട് എവർ നമ്മുടെ പ്രൊഫഷൻ ഏതുമാവട്ടെ, നിങ്ങൾ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ആ പ്രൊഫഷനിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനാണ് നിങ്ങളോട് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു റോൾ മോഡൽ വേണമെന്ന് പറയുന്നത്. നമുക്ക് വിജയിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഒന്ന് എടുത്താൽ അദ്ദേഹം വിജയിച്ചൊരു വ്യക്തിയാണ്. ആ വിജയിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്യാരക്ടറാണോ ഹാബിറ്റ്സ് ആണോ ഫോളോ ചെയ്തിരുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്താൻ ശ്രമിച്ചാൽ നമുക്ക് ആ വിജയത്തിലേക്ക് എത്താൻ, നമ്മുടെ ഓരോ ദിവസത്തെ സിസ്റ്റമാറ്റിക് അപ്രോച്ചുകളെയും കൃത്യമാക്കാൻ, റൊട്ടീൻ ലൈഫിനെ അതിനനുസരിച്ചൊന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. ഒരു സ്വിമ്മർ ആകണം, നമുക്കൊരു നീന്തൽ കുളത്തിനെ ചേഞ്ച് ചെയ്യണോ വേണ്ടത്? അല്ല, എവിടെ ചെന്നാലും ഏറ്റവും നന്നായിട്ട് സിം ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? സിം ചെയ്യാനുള്ള മെത്തേഡുകൾ നാം പഠിച്ചാൽ മതി. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി മാറണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മികച്ച വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഈ വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്തു ചെയ്തു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സിസ്റ്റമാറ്റിക്കായി അപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നെ നമ്മുടെ റൊട്ടീൻ ലൈഫിൽ ഉണർന്നെഴുന്നേൽക്കുന്ന നിമിഷം മുതൽ ഉറങ്ങുന്ന സമയം വരെ, ഉറങ്ങുന്ന സമയത്ത് പോലും ഒരു വിജയം നേടിയ വ്യക്തി, ഒരു വിജയം നേടിയ വിദ്യാർത്ഥി എങ്ങനെയാണ് പേഴ്സണലി അവരെ കറക്റ്റ് ചെയ്തത്, എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് അവരുടെ പേഴ്സണൽ ഹാബിറ്റ്സിൽ കൊണ്ടുവന്നത്, ഇത് നാം അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളെ എവിടെ എത്തിക്കും? നമ്മുടെ പ്രൊഫഷണൽ എക്സലൻസിലേക്ക്, പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമ്മളെ അവർ ഗൈഡ് ചെയ്യും. നമുക്ക് ഈസിയായി അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും.